ജിസേലിന്റെ അമ്മ വന്ന് പറഞ്ഞപ്പോ എന്തിനാ ബെഡ് മാറി കിടന്നു? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. എന്തായിരുന്നു ബ്ലാങ്കറ്റിനകത്ത്? ബ്ലാങ്കിനകത്ത് 2 മനുഷ്യന്മാർ കിടന്നുറങ്ങുന്നു. അത് ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അനുമോളും ആദിലയ്ക്കും നൂരയ്ക്കും ഒരു ബെഡിൽ കിടക്കാം. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ആദിലയ്ക്കും നൂരയ്ക്കും ഒരു ബെഡിൽ കിടക്കാം. ആരും ഒന്നും ജഡ്ജ് ചെയ്യാത്ത മനുഷ്യന്മാരായാലും ഇത്തിരി സദാചാരബോധമൊക്കെ വേണ്ടേ? അനുമോളിന്റെ പിആറിനെ പേടിച്ചിട്ട് പേടിയെന്ന് പറയില്ല. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. എന്നാലും ഒരു ഭയം പോലെ. അവള് അത്ര ചൂണ്ടി കാണിച്ചപ്പോൾ പുറത്ത് അവളുടെ PR ഞാൻ പേടിച്ചു. ഐ എം ടച്ചിങ് ഷാനവാസ് അവിടെ. അപ്പൊ അവിടെ ഫസ്റ്റ് തുടക്കം ഇട്ട് അനുമോളാണ്. അങ്ങനെ പറയരുത്. അങ്ങനെ സംഭവിക്കില്ല. സംഭവിക്കും. സോ അനുമോൾ ഇസ് എ പേഴ്സൺ ഹു വാണ്ട്സ് ഗോസിപ്പ് ഫ്രം ദ ഹൗസ്. നിനക്കിത് മതിയായില്ലേ? എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. എങ്ങനെയും ഒരു കോർണറിൽ നിന്ന് ഗോസിപ്പ് എടുത്ത് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും. ഒരു അങ്ങനെ പോലത്തെ ഒരു ഗെയിമറാണ് അനുമോൾ. അത് അവളുടെ കാര്യം തെറ്റല്ല, അത് അവളുടെ ഗെയിം അങ്ങനെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഗെയിം കളിച്ചോ, പക്ഷെ എക്സ്ട്രീം ആവരുത്. നീയാണല്ലോ കോടതി. കാണാത്ത കാര്യം അനുമോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പൊതുപ്പ് ഈ പറഞ്ഞ സാധനം നിങ്ങൾ പറഞ്ഞു. ഇപ്പോൾ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട സാറേ, ഞാൻ എന്ത് വേണേ ചെയ്യാം. ഇതിനൊന്ന് ഊരിത്താ. അനുമോൾ എന്താ കണ്ടത്? 2 പേര് അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടത്. അതേടാ, നിന്റെ ഈ ഡയലോഗ് ഒന്നും ഇവിടെ വേണ്ട, അവിടെ മതി. പിന്നെ നീ ഒരു കച്ചറയാണെന്ന് അവർക്ക് മനസ്സിലാകരുത്. നല്ല സ്റ്റാൻഡേർഡ്. 2 പേര് അടുത്ത് വരുമ്പോൾ എന്താ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? അനുമോള് അതിലെന്നെ കയറി ഉമ്മ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ? Adila is a lesbian. Noora is a lesbian. And if you're kissing a lesbian girl, it's provoking her maybe. ഷാജി ഏട്ടാ, ഇവിടെ എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.